പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞുനിൽക്കാൻ വാസ്തുശാസ്ത്രം പറയുന്ന ചില രഹസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ ഹൃദയമായ അടുക്കളഭാഗത്ത് ചില ദിവ്യചെടികൾ നട്ടുപരിപാലിച്ചാൽ എത്ര വലിയ കഷ്ടപ്പാടുകളും കടബാധ്യതകളുമുണ്ടെങ്കിലും അവയെല്ലാം അകന്നുപോയി ഭാഗ്യം കടന്നുവരുമെന്നതിൽ സംശയമില്ല. ഈ ചെടികൾ തഴച്ചു വളരുന്നതിനൊപ്പം നിങ്ങളുടെ ജീവിതത്തിലും അഭിവൃദ്ധിയുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായും നട്ടുപരിപാലിക്കേണ്ട 6 ഭാഗ്യചെടികളെക്കുറിച്ചും അവ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. 1. ഐശ്വര്യത്തിന്റെ ഇടനമരം, വയനമരം. നിങ്ങളുടെ അടുക്കളയുടെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കൃത്യമായി കാണുന്ന രീതിയിൽ ഒരു ഇടനമരം നട്ടുപരിപാലിക്കുന്നത് അത്യുത്തമമാണ്. പല സ്ഥലങ്ങളിലും വയനമരം എന്നുമൊക്കെ ഈ വൃക്ഷം അറിയപ്പെടുന്നു. ഇലയടയും കുമ്പളപ്പവുമെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഇലകൾക്ക് നമ്മുടെ ഭവനത്തിലേക്ക് സർവ്വ ഐശ്വര്യത്തെയും ഭാഗ്യത്തെയും സമൃദ്ധിയെയും ആകർഷിക്കാൻ പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ അടുക്കളവാതിൽ ഏത് ദിശയിലായിരുന്നാലും പ്രശ്നമില്ല. അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ ഈ മരം കാണുന്നത് വീട്ടിലെ സകല പ്രതിസന്ധികളെയും ഇല്ലാതാക്കി സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും വർദ്ധിപ്പിക്കും. 2. ഭാഗ്യം കൊണ്ടുവരുന്ന പനിക്കൂർക്ക. അടുക്കളപ്പുറത്ത് നട്ടുപരിപാലിക്കാൻ ഏറ്റവും അനുയോജ്യമായതും ഭാഗ്യം കൊണ്ടുവരുന്നതുമായ ചെടിയാണ് പനിക്കൂർക്ക. ഇത് കേവലം ഔഷധഗുണമുള്ള ഒരു ചെടി മാത്രമല്ല, വാസ്തുശാസ്ത്രപരമായി നോക്കുമ്പോൾ അടുക്കളവാതിൽ തുറക്കുന്നതിന്റെ ഇരുവശങ്ങളിലുമായി ഇത് നട്ടുപരിപാലിക്കുന്നത് വീടുകളിലേക്ക് മഹാഭാഗ്യം ക്ഷണിച്ചുവരുത്തും. പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളവാതിൽ തുറക്കുമ്പോൾ ആദ്യം ഈ ചെടി കാണുകയാണെങ്കിൽ അത് ആ കുടുംബത്തിന് മുഴുവൻ ഐശ്വര്യവും ഉണ്ടാകുവാൻ ഇടയാക്കുന്ന ഒന്നാണ്. ആരോഗ്യപ്രശ്നങ്ങളും കുടുംബപ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ചെടി അടുക്കളവാതിലിന്റെ ഇരുവശത്തും തഴച്ചു വളരാൻ തുടങ്ങുന്നതോടെ നിങ്ങളുടെ ഭവനത്തിൽ പോസിറ്റീവായ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. അതുകൊണ്ടുതന്നെയാണ് ഈ ചെടികളെ ഭാഗ്യചെടികളെന്ന് നാം വിശേഷിപ്പിക്കുന്നത്. 3. അത്ഭുതസിദ്ധിയുള്ള കരിമഞ്ഞൾ. വാസ്തുശാസ്ത്രമനുസരിച്ച് ഭാഗ്യചെടിയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് കരിമഞ്ഞൾ. ഇത് സാധാരണ മഞ്ഞളല്ല. മുറിക്കുമ്പോൾ കരിനീലയും കറുപ്പും കലർന്ന ഒരു നിറം ഇതിനുണ്ടാകും. ഈ ചെടിയും നിങ്ങൾ നടേണ്ടത് അടുക്കളവാതിലിന് പുറംഭാഗത്തായിട്ട് തന്നെയാണ്. അതായത് രാവിലെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ തന്നെ ഈ ചെടികൾ കാണുന്നത് മഹാഭാഗ്യമാണ്. നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാനും ഈ ചെടി കണ്ടുതുടങ്ങുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈശ്വരാധീനം നിലനിൽക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഈ ചെടി മറ്റുള്ളവർക്ക് ദാനം നൽകുവാനോ മറ്റുള്ള വീടുകളിൽ നിന്ന് ദാനമായി വാങ്ങി നിങ്ങളുടെ ഭവനങ്ങളിൽ നട്ടുപരിപാലിക്കുവാനോ പാടില്ല. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങി നല്ല രീതിയിൽ പരിപാലിക്കുക. കരിമഞ്ഞൾ കേടുപാടുകൂടാതെ തഴച്ചു വളരുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീടിന് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. കരിമഞ്ഞളിന്റെ ചെടി പൂവിടുന്ന വീടുകളിൽ ലക്ഷ്മികടാക്ഷവും ഈശ്വരാധീനവും വളരെ അധികമാണ്. എന്തുകൊണ്ടും ഒരു വീട്ടിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളെ ആകർഷിക്കാൻ അത്രയേറെ കഴിവുള്ള ഒരു ചെടിയാണിത്. 4. ഐശ്വര്യദായിനി കറ്റാർവാഴ. നിങ്ങളുടെ വീടിന്റെ അടുക്കളവാതിലിനോട് ചേർന്ന് അടുക്കളയുടെ പുറംഭാഗത്തായി നട്ടുവളർത്താൻ ഏറ്റവും ഉത്തമമായ വാസ്തുചെടിയാണ് കറ്റാർവാഴ. എന്നാൽ ഇവിടെ ഒരു പ്രധാന ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീടിന്റെ അടുക്കളവാതിൽ കിഴക്കോട്ടോ തെക്കോട്ടോ ആണെങ്കിൽ മാത്രമേ അവിടെ കറ്റാർവാഴ നട്ടുപരിപാലിക്കാൻ പാടുള്ളൂ. മറിച്ച് മറ്റേതെങ്കിലും ദിശകളിലേക്കാണ് നിങ്ങളുടെ അടുക്കളവാതിൽ വരുന്നത് എങ്കിൽ ഒരു കാരണവശാലും അവിടെ കറ്റാർവാഴ നടരുത്. അങ്ങനെ നട്ടാൽ അത് ഗുണത്തിനു പകരം ദോഷം മാത്രമേ കൊണ്ടുവരികയുള്ളൂ. എന്നാൽ നിങ്ങളുടെ അടുക്കളവാതിൽ കിഴക്കോട്ടോ തെക്കോട്ടോ തുറക്കുന്ന ഭവനമാണെങ്കിൽ അവിടെ കറ്റാർവാഴ നട്ടുവളർത്തുകയും അത് തഴച്ചു വളരുകയും പൂവിടുകയുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിന് ഏറ്റവും വലിയ ഉയർച്ചകളുണ്ടാകുവാൻ കാരണമാകും. ഔഷധഗുണം നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈശ്വര ചൈതന്യവും വലിയ രീതിയിൽ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. അതിനാൽ ഒരു മേഖലയിൽ നിന്നുള്ള ഉയർച്ച മാത്രമല്ല, പലവിധത്തിലുള്ള ഉയർച്ചകളും പല മേഖലകളിൽ നിന്നും ഭവനത്തിലുണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് വസ്തുപരമായ സത്യം. 5. ഭാഗ്യദേവത തുളസി. നിങ്ങളുടെ അടുക്കളവാതിൽ തുറന്നുവരുന്ന അടുക്കളപ്പുറത്തായി തീർച്ചയായും നിങ്ങൾ നട്ടുവളർത്തേണ്ട ചെടിയാണ് തുളസി. വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ തുളസി ഭാഗ്യത്തിന്റെ പ്രതീകം തന്നെയാണ്. നിങ്ങളുടെ അടുക്കളവാതിൽ ഏത് ദിശയിലേക്കാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു തുളസിച്ചെടി ദിശ നോക്കാതെ നട്ടുവളർത്താവുന്നതാണ്. തുളസിച്ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുന്ന ഭവനങ്ങളിൽ ലക്ഷ്മി കടാക്ഷം വളരെ അധികം നിലനിൽക്കുകയും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഐശ്വര്യവും സമ്പത്തും എല്ലാവിധ ഉയർച്ചകളും ദിനംപ്രതി നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളവാതിൽ തുറക്കുമ്പോൾ തന്നെ തുളസിച്ചെടി പൂവിട്ടു നിൽക്കുന്നതും തഴച്ചു വളർന്നു നിൽക്കുന്നതും കാണുന്നത് ഒരു മഹാഭാഗ്യമാണ്. എന്തുകൊണ്ടും ഇപ്രകാരം തുളസിച്ചെടി അടുക്കളവാതിലിനോട് ചേർന്നു നിൽക്കുന്ന ഭവനങ്ങളിൽ എല്ലാവിധ ശുഭകാര്യങ്ങളും നേട്ടങ്ങളും വന്നുചേരുമെന്നുള്ളത് ഉറപ്പാണ്. 6. ധനവർഷം ചൊരിയുന്ന കറിവേപ്പ്.
ഇനി അവസാനമായി നിങ്ങളുടെ വീടിന്റെ അടുക്കളവാതിൽ പടിഞ്ഞാറ് ദിശയിലേക്കാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുക്കളപ്പുറത്തായി നട്ടുവളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് കറിവേപ്പ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പടിഞ്ഞാറ് ദിശയിലേക്കല്ല നിങ്ങളുടെ വീടിന്റെ അടുക്കളവാതിൽ വരുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ കറിവേപ്പ് നട്ടുവളർത്തരുത്. എന്നാൽ പടിഞ്ഞാറ് ദിശയിലേക്ക് അടുക്കളവാതിൽ നിൽക്കുന്ന ഭവനങ്ങളിൽ കറിവേപ്പ് മരം നല്ല ഭംഗിയായി തഴച്ചു വളരുകയും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിലെ അമ്മമാർ ഈയൊരു കാഴ്ച കാണുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, ഇത് സർവ്വധനനേട്ടങ്ങളെയും ആകർഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പറഞ്ഞിരിക്കുന്ന ഈ 6 ചെടികളും വാസ്തുപരമായി നിലനിൽക്കുന്ന ദോഷങ്ങളെ അകറ്റി നിർത്തുകയും മഹാഭാഗ്യങ്ങളെ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നവയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു ദിക്കും എടുത്തുപറയാത്ത ചെടികളെല്ലാം നിങ്ങൾക്ക് ഏത് ദിശയിലേക്കും അടുക്കളവാതിൽ വരുന്ന വീട്ടിൽ നടാവുന്നതാണ്. ഈ പറഞ്ഞവയിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.